ഹായ്, ടെക്നിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ബ്രഷ് കട്ടറിൻ്റെ കുറച്ച് ഇംപ്ലിമെൻറ്റിനെ കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കാത്തതും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്പെടുത്താത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് റോപ്പ് ചുറ്റുന്നതാണ്. റോപ്പ് ഇതേപോലെ എടുത്തിട്ട് ഒരു 8 സെൻറ്റി വ്യത്യാസത്തിൽ മടക്കിയതിന് ശേഷം റോപ്പ് ഹോൾഡറിൽ ഇതേപോലെ ഈ കട്ടിങ്ങിലേക്ക് താഴ്ത്തി വെച്ചതിന് ശേഷം ഒരേപോലെ ടൈറ്റാക്കിയിട്ട് മടക്കിയെടുക്കണം. എല്ലാ ഭാഗവും ടൈറ്റായി 2 സൈഡിലൂടെ പോകുന്ന റോപ്പും നല്ല ടൈറ്റ് വേണം. ടൈറ്റ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഊരി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ടൈറ്റാക്കിയതിന് ശേഷം ഈ ഹോൾഡറിൽ ഉള്ള കട്ടിങ്ങിലേക്ക് ഇതേപോലെ സൈഡിലേക്ക് 2 സൈഡിലേക്കായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിന് നിർത്തിയതിന് ശേഷം ഡൂമിനകത്തേക്ക് ഇതേപോലെ ക്ലിയറാക്കി അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഇതിന് സൈഡിലുള്ള ആ കട്ടിങ്ങിൽ സ്ലീവിൻ്റെ സൈഡിലേക്കായിട്ട് അതും ഇതേപോലെ ശരിക്ക് ഒന്ന് ടൈറ്റാക്കി നിർത്തുക. അതിനുള്ളിൽ സ്പ്രിങ് ഇട്ടിട്ടുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പ്രിങ് ഇട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഭാഗം കൂടി അതിനുള്ളിൽ കയറ്റി വെച്ചതിന് ശേഷം ഈ ഡൂമിൻ്റെ മേൽഭാഗം ടോപ്പ് ഇതേപോലെ അടച്ചു വെച്ചാൽ റോപ്പ് ചുറ്റുന്ന പണി 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. പുല്ല് വെട്ടുന്ന സമയത്ത് കൂടുതൽ വള്ളിയുള്ള ഭാഗത്തെത്തുമ്പം ഗിയർ സെറ്റിൽ ഡൂമിൻ്റെ പുറത്തൊക്കെ വള്ളി ചുറ്റിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. മെഷീൻ തന്നെ നിന്ന് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അതിനൊരു പരിഹാരമായിട്ട് ഒരു ചെറിയൊരു ഇംപ്ലിമെൻ്റ് ഇതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിക്കുന്നത്. ഇത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വള്ളി പുല്ലും ചുറ്റി കുടുങ്ങുന്നതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇതിനു മുമ്പ് ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ വർക്കായതുകൊണ്ടാണ് 3 കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള കാരണം. ഇതേപോലെ നമ്മൾ ഈ ഡൂം അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഇംപ്ലിമെൻറ്റ് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഡൂമിൻ്റെ മുകളിലായിട്ട് ആദ്യം ഇതേപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിനുള്ളിൽ വെക്കുന്ന ആ ഹോൾഡർ അതിനുള്ളിൽ കയറ്റി വെച്ചതിന് ശേഷം പിന്നെ ഡൂം അതിൻ്റെ മുകളിലായിട്ടാണ് ഡൂം ഫിറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ പുല്ല് വെട്ടുന്ന സമയത്ത് ഈ പുല്ല് വള്ളി ഇതിൽ ചുറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിൻ്റെ എല്ലാ ഭാഗത്തും മൂർച്ചയുള്ളത് തന്നെയാണ് കൂടുതലായിട്ട് കാരണം. പിന്നെ ഹാർഡായിട്ടുള്ള ചെടികളും ഇത് തട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള പുല്ലുകളും കട്ടായി പോകുന്നുണ്ട്. നേരത്തെ കാണിച്ച സമയത്ത് ഇതേപോലുള്ളൊരു ഭാഗം തന്നെയായിരുന്നു. കൂടുതൽ വള്ളി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തത്. ഈ തെങ്ങിൻ്റെ ഈ ചോട്ടിൽ മുഴുവനായിട്ടും വള്ളിയാണുള്ളത്. ഒരു ചെറിയ ഇനം പയർവള്ളിയാണത്. പിന്നെ ഈ ചെടീൻ്റെ മുകളിൽ കൂടുതലായിട്ട് ഇത് മുഴുവനായിട്ട് വള്ളിയാണ്. കണ്ടോ, ആ ഇംപ്ലിമെൻ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ഭാഗത്ത് പോലും ചുറ്റി കുടുങ്ങിയിട്ട് വെട്ടാൻ കംപ്ലൈൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വെട്ടാൻ ബുദ്ധിമുട്ടായിട്ടൊന്നും വരുന്നില്ല. ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയത് ഞാൻ വാങ്ങിച്ചിട്ട് കാണിച്ചു തരികയാണ്. ഉണ്ട്, ചെറിയൊരു ഭാഗത്ത് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലേഡ് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മൾ നേരെ കൊണ്ടുപോകും മൂർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഡൂമിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ ഡൂമും അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതേപോലെ ഫിറ്റ് ചെയ്ത് നിർത്തണം. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അഴിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. നമ്മളിതാകുന്ന സമയത്ത് കുറച്ചുകൂടി ടൈറ്റ് ആവേണ്ടത് ചെയ്യുക. ഇതേപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് ഉയരമുള്ളൊരു കല്ല് എന്തെങ്കിലും വെച്ചതിന് ശേഷം ഇതേപോലെ താഴെ തട്ടാത്ത രൂപത്തിൽ ഇതേപോലെ കയറ്റി വെച്ചിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കൂട്ടിത്തരാൻ ആളില്ലാത്ത ഒരു സന്ദർഭമാണെങ്കിൽ ആക്സിലേറ്റർ ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം
നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ട് തന്നെ ഒരാൾക്ക് മാത്രമായിട്ട് തന്നെ ഇത് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുണ്ടോ. ഇതേപോലെ ഈ ആക്സിലേറ്ററിൻ്റെ അഡ്ജസ്റ്റബിളിൽ സ്ക്രൂവിൽ തിരിക്കുന്ന സമയത്താണ്, ട്യൂൺ ചെയ്യുന്ന സ്ക്രൂവിലല്ല ഈ തിരിക്കുന്നത് കേട്ടോ. ഈ അഡ്ജസ്റ്റബിളിലാണ് തിരിക്കുന്ന സമയത്ത് ഇതേപോലെ കറങ്ങും. ഒരു മീഡിയം സ്പീഡിൽ ആയി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം ബ്ലേഡ് എടുത്തിട്ട് ഇതേപോലെ നമുക്ക് രാഗി എടുക്കാം. മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം എല്ലാവരും പറയാറുണ്ട്. പക്ഷേ പ്രശ്നത്തിന് ഇത് രാഗാൻ വേണ്ടിയിട്ട് കൊല്ലന്മാരെടുത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം ഇൻഡസ്ട്രിയിലോ ഒക്കെ പോയിട്ടാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു ഇംപ്ലിമെൻറ്റ് വാങ്ങി കയ്യിൽ വെച്ചാൽ മതി. വർക്ക് സൈറ്റിൽ നിന്ന് മൂർച്ച കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്തിട്ട് മൂർച്ചയാക്കിയതിന് ശേഷം ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യമെങ്കിലും ഇതേപോലെ രാഗി കൊടുത്താൽ കുറച്ച് മൈലേജും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്റർ ഒരു പാകത്തിന് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ മൈലേജും കിട്ടും, നമ്മുടെ വർക്കും വൃത്തിയാവും, കസ്റ്റമർക്കും ഹാപ്പിയാവും, നമ്മുടെ മെഷീനും ഹാപ്പിയാണ്. അപ്പം ഇതേപോലെ ചെയ്യുക. ഇതെണ്ണം വാങ്ങിയിട്ട് ഇതിന് 160 രൂപയാണ് ഇതിൻ്റെ ഈ സെറ്റിൻ്റെ വില. പല ഭാഗങ്ങളിൽ പല റേറ്റും ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. കൂടിപ്പോയിന്നോ കുറഞ്ഞു പോയിന്നുള്ള പ്രശ്നമൊന്നും ഇതിൽ വരാൻ പാടില്ല. കാരണം പല ഭാഗത്ത് പല റേറ്റാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല മൂർച്ചയാവുകയും ചെയ്യും. പിന്നെ അപകടം വരാത്ത രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നത്. നമുക്ക് കൂടുതലായിട്ട് അപകടമൊന്നും സംഭവിക്കില്ല, നല്ല മൂർച്ചയാവുകയും ചെയ്യും. വർക്കിലെ ചെറുതും വലുതുമായിട്ടുള്ള ടിപ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷനിൽ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.